Hello, a variety of questions, maternity and newborn. So the first question, discuss ചെയ്യുന്നതിന് മുമ്പ് just a question വായിക്കുക. There are 4 options. ഈ 4 ഓപ്ഷനിൽ 2 options നിങ്ങൾ eliminate ചെയ്യുക and remaining from 2 answers you have to select the correct answers. Okay, ഇപ്പോൾ ആ ഒരു method ആണ് follow ചെയ്യേണ്ടത്. So let me read the question. Question number 1, 6-year-old infant passes an unformed black tar-like stool. The nurse should conclude that this is. Option number A, meconium stool expected at this time. That can be an answer. Option number B, meconium stool expected at the time of birth. And option number C, it is transitional stool expected at this time. അതുമായിട്ട് എന്താ പറയുക മാച്ച് ചെയ്യാത്തൊരു ആൻസർ ആണ്. സോ സി നമുക്ക് വായിക്കുമ്പോഴേ തന്നെ കളയാം. ഓക്കെ, ആൻഡ് ട്രാൻസിഷണൽ സ്റ്റൂൾ എക്സ്പെക്ടഡ് ലേറ്റർ, എഗെയിൻ അതും തെറ്റാണ്. ട്രാൻസിഷണൽ സ്റ്റൂൾ എന്ന് പറയുന്നത് അത് തിന്നർ കൺസിസ്റ്റൻസിയിലായിരിക്കും ആൻഡ് ദ കളർ വിൽ ബി ബ്രൗൺ ടു ഗ്രീനിഷ് ഇൻ കളർ. ഓക്കെ, സോ മെക്കോണിയം എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും, അൺഫോംഡ് ആയിരിക്കും ആൻഡ് ടാർ ലൈക്ക് സ്റ്റൂൾ ആയിരിക്കും. Okay, so answer C and D can be eliminated. So either the answer will be A or B. ഇനി അഗെയിൻ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ നമ്പർ എ എന്ന് പറയുന്നത് മെക്കോണിയം സ്റ്റൂൾ എക്സ്പെക്ടഡ് അറ്റ് ദിസ് ടൈം, ഈ ടൈമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഓപ്ഷൻ നമ്പർ ബി മെക്കോണിയം സ്റ്റൂൾ ആണ് എക്സ്പെക്ടഡ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. അവിടെ ടൈം ഓഫ് ബർത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് മെക്കോണിയം എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ഡെലിവർ ആയതിനു ശേഷം 24 മണിക്കൂറിനുള്ളിൽ എപ്പോഴെങ്കിലും അത് വന്നാൽ മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു ഫോക്കസ്ഡ് ആയതുകൊണ്ട് മാത്രം നമുക്ക് ബി ആൻസേഴ്സ് കളയാം. സോ ആൻസർ ഈസ് എ. എപ്പോഴും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ആയിരിക്കും, 2 ആൻസേഴ്സ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ബട്ട് ബാക്കി റിമൈനിങ് ഉള്ള 2 ആൻസറിലായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ എയും ബിയും ആൻസർ ആയിട്ട് വരാം. ബട്ട് ആ ക്വസ്റ്റ്യൻസ് ആ ഓപ്ഷൻസ് കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോ? സോ ഈ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ഇസ് എ. And next question, following delivery, the nurse would first assess which of the following 2 newborn body system that must undergo the most rapid changes to support extrauterine life. Question clear ayo? Question ഇതാണ്, ഡെലിവറി കഴിഞ്ഞിട്ട് nurse ആദ്യം അസസ് ചെയ്യുന്നത് ഏതാണ്? Okay, അതായത് which of the following 2 newborn body system that must undergo the most rapid changes to support extrauterine life. അതായത് യൂട്രൈൻ ലൈഫിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു ശേഷം അതായത് നോർമൽ ലൈഫ് ബിഗിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കുഞ്ഞ് അഡോപ്റ്റ് ചെയ്യുന്നത് വിത്ത് ദ ന്യൂ എൻവയോൺമെന്റ്. ഓക്കെ, സോ അതിന് ഏത് സിസ്റ്റം ആണ് നമ്മളിവിടെ അസസ് ചെയ്യേണ്ടത്? ഓപ്ഷൻ നമ്പർ എ ഇസ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് ഹെപ്പാറ്റിക്. ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ഇസ് സംതിങ്, ഇറ്റ് ഇസ് നോട്ട് മാച്ചിങ് വിത്ത് ദസ്, സോ നമുക്കത് കളയാം. ആൻഡ് ഓപ്ഷൻ നമ്പർ ബി ഇസ് യൂറിനറി ആൻഡ് ഹെമറ്റോളജിക്കൽ. യൂറിനറിയും അഗെയിൻ അഡോപ്റ്റേഷന് വേണ്ടിയിട്ട് ശരിക്കും ഇമ്മ്യൂൺ സിസ്റ്റം പ്ലസ് പേഷ്യന്റിന് എപ്പോഴും ഓർത്തിരിക്കുക, കുഞ്ഞ് വൂമ്പിലായിരിക്കുമ്പോൾ അതായത് യൂട്രൈൻ ലൈഫിലായിരിക്കുമ്പോൾ ദ ബേബി ഈസ് നോട്ട് ബ്രീത്തിങ്. കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിയുമ്പം എപ്പോഴും അതാണ് ഒരു ന്യൂ ചേഞ്ച് എന്ന് പറയുന്നത്. അഗെയിൻ ദ സർക്കുലേഷൻ, ഫീറ്റൽ സർക്കുലേഷൻ ആൻഡ് അഡൽട്ട് സർക്കുലേഷൻ ഇസ് സംതിങ് ഡിഫറെന്റ്. സോ ഈ 2 കാര്യത്തിൽ റെസ്പിറേഷൻ ആൻഡ് കാർഡിയാക് സിസ്റ്റം, ഈ 2 കാര്യത്തിലാണ് യൂട്രൈൻ ലൈഫിൽ നിന്നും സംതിങ് വ്യത്യാസമായിട്ട് എക്സ്ട്രാ യൂട്രൈൻ ലൈഫിലുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ യൂട്രൈൻ ലൈഫ് ഹൗ ദ ബേബി ഈസ് അഡോപ്റ്റിംഗ്, ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കോപ്പപ്പ് ചെയ്യുന്നത് അതറിയാനായിട്ട് എപ്പോഴും ബെറ്റർ തിങ് ഇസ് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയോവാസ്കുലാർ system. Okay, so the second question answer is answer D. And question number 3, a newborn's father expressed concern that his baby does not have good control of his hands and arms. The nurse would explain which of the following concept in response to the client using wording that the client can understand. Okay, so ഇവിടെ ഇവരുടെ ഫാദറിന്, കുഞ്ഞിന്റെ ഫാദർ കൺസേൺഡ് ആണ് റിഗാർഡിങ്
babies control അല്ലെങ്കിൽ അവരുടെ ഹാൻഡ്സിന്റെയും എക്സ്ട്രിമിറ്റീസിന്റെ കൺട്രോളിനെ കുറിച്ച് ഒരു ചെറുതായിട്ട് worry ഉണ്ട്. അപ്പൊ nurse ഈ പാരന്റ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. So the nurse would explain which of the following concept in response to the client using wording that the client can understand. ക്ലയന്റിന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ പ്രോഗ്രസ് ഇൻ ഹെഡ് ടു ടോ പ്രോക്സിമൽ ടു ഡിസ്റ്റൽ ഫാഷൻ. അതായത് നോർമലി ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് പ്രോഗ്രസ് ആവുന്നത് ഹെഡ് ടു ടോ ആൻഡ് പ്രോക്സിമൽ ടു ഡിസ്റ്റൽ ഫാഷൻ, ഈ ഒരു രീതിയിലാണ് നോർമലി ഗ്രോ ആവുന്നത്. അതുകൊണ്ട് തന്നെ അൺകോർഡിനേറ്റഡ് മൂവ്മെന്റ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ആംസ് എക്സ്പെക്റ്റഡ് ആയിരിക്കും. ബിക്കോസ് ഇത് ഹെഡിൽ നിന്നും ലോവർ എക്സ്ട്രിമിറ്റീസിലേക്കാണ് കോർഡിനേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് നോർമൽ ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ പ്രോഗ്രസ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതാണ് എ. അപ്പൊ സോ എ ആൻസർ ആയിട്ട് വരാം. Purposeful uncoordinated movements of the arms are abnormal. ഇത് abnormal ആണെന്ന് പറയുന്നത് which is a normal thing. So option number B is wrong. Mild hypotonia is expected in the upper extremities. അതും നമ്മൾ പറഞ്ഞത് തെറ്റാണ്. Asymptomatic muscle tone is not unusual. So അത് unusual അല്ല എന്നാണ് പറയുന്നത്. ബട്ട് അത് നമുക്ക് യൂഷ്വൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യമാണ്. ഓക്കെ, എപ്പോഴും മസിൽ ടോൺ അല്ലെങ്കിൽ മസിൽ ടോൺ എപ്പോഴും സിമെട്രിക്കൽ ആയിരിക്കും. എസിമെട്രിക്കൽ ആയിട്ടുള്ള മസിൽ ടോൺ അൺയൂഷ്വൽ ആണ് എന്ന് പറയുന്നത് സംതിങ് ഇറ്റ് ഈസ് റോങ്. സോ ഇനി എസിമെട്രിക്കൽ ആയിട്ടുള്ള മസിൽ ടോൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ന്യൂറോളജിക്കൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏത് ആൻസർ ആയിട്ട് വരാം? അതായത് കറക്റ്റ് വേയിൽ നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് പേഷ്യന്റിന് മനസ്സിലാവുന്ന രീതിയിൽ. സോ ദ ആൻസർ ഈസ് എ. ഓക്കെ, and next is question number 4. When caring for a newborn, the nurse must be alert for what potential sign of cold stress? Okay, so ഇവിടെ ന്യൂ ബോൺസിന് എപ്പോഴും കോൾഡ് സ്ട്രെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് തെർമോ റെഗുലേറ്ററി സിസ്റ്റം ഇസ് നോട്ട് മെച്യൂർഡ് ഇനഫ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എപ്പോഴും കോൾഡ് സ്ട്രെസ് ഓക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിന്റെ സൈൻ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിക്രീസ്ഡ് ആക്ടിവിറ്റി ലെവൽ. ഡിക്രീസ്ഡ് ആക്ടിവിറ്റി ലെവൽ ഒരു സൈൻ ആയിട്ട് വരുമോ? ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ് ആൻഡ് ഹൈപ്പർ ഗ്ലൈസീമിയ, ഷിവറിങ്. സോ ഇതിനകത്ത് ഔട്ട് ഓഫ് ദീസ് ഏതാണ് ആൻസർ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? കോൾഡ് സ്ട്രെസ് എപ്പോഴും വരുമ്പോൾ, അതായത് പേഷ്യന്റിന്റെ ബോഡി എക്സ്ട്രീം കോൾഡ് ആവുമ്പം ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യുകയും ഓക്സിജൻ കൺസപ്ഷൻ അത് ഇൻക്രീസ്ഡ് ആവുകയും ചെയ്യും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഓക്സിജൻ കൺസപ്ഷൻ അല്ലെങ്കിൽ ഓക്സിജൻ ഡിമാൻഡ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് പേഷ്യന്റിന്റെ ഓക്സിജനേഷൻ ഇൻക്രീസ്ഡ് ആവണം. സോ ദ ബോഡി വിൽ ട്രൈ ടു make increased oxygen consumption. അങ്ങനെ റെസ്പിറേറ്ററി റേറ്റ് എലിവേറ്റഡ് ആവും. സോ ഡയറക്ട്ലി നമുക്ക് ആൻസർ നോക്കിയാൽ കിട്ടുന്നുണ്ട്, ബാക്കി ഒന്നും ഇതുമായിട്ട് ആൻസർ ആയിട്ട് വരുന്നതല്ല. ബട്ട് ഷിവറിംഗിൽ നിങ്ങൾ ചെറുതായിട്ട് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, ഷിവറിംഗിൽ ചെന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് ദ ബെറ്റർ ആൻസർ ഇസ് ബി. സോ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇസ് ബി. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 5. Question number 5. Which of the following physical assessment finding would be recorded as a part of newborn's gestational age assessment? Question clear ആയോ? ഇതിനകത്ത് ഏത് ഫിസിക്കൽ അസസ്മെന്റ് ഫൈൻഡിങ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് ആസ് എ പാർട്ട് ഓഫ് ന്യൂബോൺസ് ജസ്റ്റേഷണൽ ഏജ് അസസ്മെന്റ്? ഒരു ന്യൂബോണിന്റെ ജസ്റ്റേഷണൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ ഏതാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? അംബലിക്കൽ കോർഡ് മോയ്സ്റ്റ് ടു ടച്ച്, anterior and posterior fontanelle non-bulging is common thing, plantar creases present on anterior 2/3 of the sole, and melia present on bridge of nose. Okay, ഇനി മീലിയ പ്രസന്റ് ഓൺ ബ്രിഡ്ജ് ഓഫ് നോസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു മീലിയ എന്ന് പറയുന്നത് ചെറിയ പിമ്പിൾസ് പോലെയുള്ള ചെറിയ പിമ്പിൾസ് അത് നോസിലും ഫേസിലും ഒക്കെ കുഞ്ഞുങ്ങളിൽ വരുന്നതാണ്, ഫോർഹെഡിലൊക്കെ. ഓക്കെ, സോ വിച്ച് ഇസ് എ കോമൺ തിങ്. അപ്പൊ അത് ലൈക്ക് ഒന്ന് ജസ്റ്റേഷണൽ ഏജ് അസസ്മെന്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഓപ്ഷൻ നമ്പർ എ അംബലിക്കൽ കോർഡ് മോയ്സ്റ്റ് ടു ടച്ച്, അതും ഒരു ജസ്റ്റേഷണൽ ഏജ് അസസ്മെന്റിന്റെ ഒരു ഫാക്ടർ അല്ല. ആന്റീരിയർ പോസ്റ്റീരിയർ ഫോണ്ടനൈൽ നോട്ട് ബൾജിങ് അതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്
ജസ്റ്റേഷണൽ ഏജിനെ ഫോക്കസ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ജസ്റ്റേഷണൽ ഏജ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ മെത്തേഡ് നോക്കിയിട്ട് ഏത് രീതിയിലാണ്, അതായത് ഇപ്പൊ കറന്റ്ലി കുഞ്ഞിന്റെ ജസ്റ്റേഷണൽ ഏജ് എത്ര വീക്ക് ഓഫ് ജസ്റ്റേഷൻ ആയി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്ലാന്റാർ ക്രീസസ് പ്രസന്റ് ഓൺ ആന്റീരിയർ 2/3 ഓഫ് സോൾ. ഓക്കെ, സോ അതാണ് നോർമലി പ്ലാന്റാർ ക്രീസസ്. പ്ലാന്റാർ ക്രീസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? കാലിലുള്ള ഈ അടിയിൽ വരുന്ന ക്രീസസ് ഉണ്ടല്ലോ, വരകൾ. ഓക്കെ, അതാണ് ഫിസിക്കൽ മെച്യൂരിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ മെച്യൂരിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഈ പറയുന്ന പ്ലാന്റാർ ക്രീസസ് ആണ്. പിന്നെ ഫിസിക്കൽ മെച്യൂരിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളിൽ, അതായത് കുഞ്ഞിന്റെ ബോഡിയിൽ ഉണ്ടാവുന്ന വേർണിക് ആഷ്യോസ, മീലിയ, അതൊരു കാര്യമാണ്. നെയിൽ ബഡ്സ് എങ്ങനെയാണ്, അതൊരു ബേസിക് റീസൺ ആയിട്ട്. ഫാറ്റിന്റെ ഡെപ്പോസിഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റേഷണൽ ഏജ് അസസ്മെന്റിൽ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ഔട്ട് ഓഫ് ദിസ് A, B and D ഇത് മൂന്നും ഫിസിക്കൽ ലൈക് കുഞ്ഞിനെ അസസ്മെന്റിന്റെ ഒരു അസസ്മെന്റ് മോഡാണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് considered as a gestational age assessment tool. Okay, so the answer is C. Next question, question number 6. When planning client instruction on breastfeeding, the nurse includes that the amount of breast milk the mother produces is directly related to which of the following? Okay, so നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. The effectiveness of sucking stimulus, her breast size, her newborn's weight and her nipple erectility. സോ ഇതിനകത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻസർ ഇസ് എ. അതായത് BCD ഇത് മൂന്നും എമൗണ്ട് ഓഫ് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷന്റെ ഒരു ഡയറക്റ്റ് റിലേറ്റഡ് ഫാക്ടർ അല്ല. ബ്രസ്റ്റിന്റെ സൈസ് വലുതോ ചെറുതോ ഡസൻറ്റ് ലൈക്ക് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് മിൽക്ക്. ഓക്കെ, ആൻഡ് കുഞ്ഞിന്റെ വെയിറ്റ് അനുസരിച്ച് അതിലും വലിയ കുഞ്ഞ് എന്തുമാത്രം രീതിയിൽ സക്ക് ചെയ്യുന്നോ, ഓരോ പ്രാവശ്യവും കുഞ്ഞ് നോർമൽ സക്ക് ചെയ്യുമ്പം that will stimulate the posterior pituitary to produce oxytocin. Okay, ആ ഓക്സിറ്റോസിൻ ആണ് നോർമലി മിൽക്ക് പുറത്തേക്ക് ഇജക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദ സെയിം വേ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റഡ് ആകുമ്പം ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊലാക്റ്റിൻ വിച്ച് ഇസ് നെസസറി ഫോർ ലാക്ടേഷൻ. ഓക്കെ, അപ്പൊ സക്കിംഗ് എബിലിറ്റി ആണ് അൾട്ടിമേറ്റ്ലി മിൽക്ക് പ്രൊഡക്ഷന് ഡയറക്ട്ലി റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഇസ് എ. Next question, question number 7. Please go through the question. A healthy newborn was born at home. The first time parents are very anxious. The mother asks why the baby's hands are clenched and why the baby's knees and elbow are bent. The nurse's response should include an explanation that. Question clear ആയല്ലോ? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ കുഞ്ഞാണ്. അപ്പൊ ആ കുഞ്ഞ് ലൈക്ക് പാരന്റ്സ് ആർ ആങ്ഷ്യസ് ആൻഡ് അമ്മ ചോദിക്കുകയാണ് എന്താണ് കുഞ്ഞിന്റെ ഹാൻഡ്സ് ക്ലെൻച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ബേബീസ് നീസ് ആൻഡ് എൽബോസ് ആർ ബെൻഡ്. ഓക്കെ, സോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഏത് രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കുന്നത്? ഓപ്ഷൻ നമ്പർ എ, baby's muscle tone will relax when he is stimulated appropriately. ഒരു കറക്റ്റ് ആൻസർ ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല. Placing the baby in a supine position will decrease his flexed posture. ആണോ? അതും ഒരു ആൻസർ ആയിട്ട് വരാൻ ചാൻസ് കുറവാണ്. ആൻഡ് പാരന്റൽ ആങ്സൈറ്റി കോസസ് ദ ബേബീസ് tension and flexed posture. So something it is completely wrong. Okay, but C നമുക്ക് മുഴുവനായിട്ടും കളയാം. And deflection is a normal position of the newborn. Flexion എന്ന് പറയുന്നത് ന്യൂബോണിന്റെ ഒരു നോർമൽ പൊസിഷൻ ആണ് എന്ന് പറയുന്നത് അതൊരു നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ ഡി ആണ് സംതിങ് ഏകദേശം ഒരു ആൻസർ ആയിട്ട് തോന്നുന്നത്. സി കംപ്ലീറ്റ്ലി നമുക്ക് കളയാം. ഓക്കെ, ബിയും ഈസി ആയിട്ട് നമുക്ക് കളയാം. ബിക്കോസ് ബിയിൽ എന്തോന്ന് പറയുന്നത്, പ്ലേസിംഗ് ദ ബേബി ഇൻ എ സുപ്പൈൻ പൊസിഷൻ വിൽ ഡിക്രീസ് ഹിസ് ഫ്ലെക്സ്ഡ് പ്രോക്സ്റ്റ്. പേഷ്യന്റിന് നേരെ സുപ്പൈൻ പൊസിഷനിൽ ആക്കി കഴിഞ്ഞാൽ ഫ്ലെക്സ്ഡ് പൊസിഷൻ കുറയും എന്ന് പറയുന്നത് സംതിങ് അങ്ങനെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ബി ആൻഡ് സി ക്യാൻ ബി എലിമിനേറ്റഡ്. പിന്നെ എയിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ആൻഡ് ഡി. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഡി. എപ്പോഴും ഓർത്തിരിക്കുക, ഫുൾ ടേം ഇൻഫന്റ് 90 ഡിഗ്രിയിലും മേളിലേക്ക് ഫ്ലക്ഷൻ എപ്പോഴും എക്സ്ട്രിമിറ്റീസിൽ ഉണ്ടാവും. അതാണ് നോർമൽ ന്യൂബോണിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അവരെപ്പോഴും അത് അവരുടെ എക്സ്ട്രിമിറ്റീസ് ക്ലെൻച്ച്ഡ് ആയിരിക്കും ആൻഡ് ഓൾവേസ് ദ വിൽ ബി ഫ്ലക്ഷൻ. ഓക്കെ, സോ ദ ആൻസർ ഇസ്
D. Question number 8. Which of the following action by a breastfeeding mother indicate need for further instruction? അതായത് ഇതിനകത്ത് 4 ഓപ്ഷനിൽ ഏതോ ഒരു കാര്യം ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് മദർ ചെയ്തതിൽ എന്തോ ഒരു കാര്യം ഇൻഡിക്കേറ്റ് നീഡ് ഫോർ ഫർദർ ഇൻസ്ട്രക്ഷൻ. എപ്പോഴും ഓർത്തിരിക്കുക, ദിസ് ഇസ് ദ കീ ഓഫ് ദ ക്വസ്റ്റ്യൻ. നീഡ് ഫോർ ഫർദർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എപ്പോഴാണ് നമ്മൾ രണ്ടാമതൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്? എന്തെങ്കിലും റോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് രണ്ടാമതൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്. സോ യു ഹാവ് ടു സെലക്ട് ദ റോങ് ആൻസർ ഫ്രം ഓൾ ഓഫ് ദീസ് 4 ഓപ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻ നമ്പർ എ നമുക്ക് നോക്കാം. ഹോൾഡ് ദ ബ്രസ്റ്റ് വിത്ത് 4 ഫിംഗേഴ്സ് along the bottom and thumb on top. Something it is okay. B, leans forward to bring her breast towards the baby. അമ്മ ഫ്രണ്ടിലേക്ക് വരിക കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട്. എപ്പോഴും ഓർത്തിരിക്കുക, ദ മദറിന് എപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പം ഒരു നോർമൽ പോസ്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, എപ്പോഴും നമ്മൾ കുഞ്ഞിനെ ബ്രസ്റ്റിന് അടുത്തേക്ക് കൊണ്ടുവരിക. അതായത് കുഞ്ഞിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അമ്മയ്ക്ക് ഒരു പോസ്ചർ ചേഞ്ച് ഉണ്ടാവരുത്. ഓക്കെ, സോ ബി അതൊരു നോർമൽ ആയിട്ട് തോന്നുന്നില്ല. സ്റ്റിമുലേറ്റ് ദ റൂട്ടിംഗ് റിഫ്ലെക്സ്, ദെൻ ഇൻസേർട്ട് ദ നിപ്പിൾ ആൻഡ് ഏരിയോള ഇൻ ടു ദ ന്യൂ ബോൺസ് മൗത്ത്. ദിസ് ഈസ് ഹൗ യു നീഡ് ടു ഡു. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് തിങ്. ആൻഡ് ചെക്ക് ദ പ്ലേസ്മെന്റ് ഓഫ് ദ ന്യൂ ബോൺസ് ടങ് ബിഫോർ ബ്രസ്റ്റ് ഫീഡിങ്. ഈവൻ ദാറ്റ് ഓൾസോ എ ഗുഡ് വൺ. സോ എ ശരിയാണ്, സി ശരിയാണ്, ഡി ശരിയാണ്. The wrong thing is abnormal posture maintain ചെയ്തത് ബിയിലാണ്. സോ ഏതാണ് need for further instruction? B option requires need for further instruction. Next question, question number 9. A mother is anxious about her newborn and she asks the nurse why there are no tears when her baby is crying. The nurse's response incorporate the understanding that. അതായത് അമ്മ ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞിന് കരയുമ്പം ടിയേഴ്സ് ഇല്ല, വൈ? ഓക്കെ, ആൻഡ് ഓപ്ഷൻസ് ഇതാണ്. ഒന്ന്, ദ ലാക്രിമൽ ഡക്ട് മസ്റ്റ് ബി പങ്ക്ചേർഡ് ടു ഇനീഷ്യേറ്റ് ടിയർ ഫ്ലോ. അങ്ങനെയുണ്ടോ? പങ്ക്ചർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. സോ ഇറ്റ് ഇസ് റോങ്. 2, സിൽവർ നൈട്രേറ്റ് ആൻഡ് ആന്റിബയോട്ടിക് ഇൻസ്റ്റലേഷൻ അറ്റ് ബർത്ത് റെഡ്യൂസസ് ടിയർ ഫോർമേഷൻ ഫോർ സെവറൽ ഡേയ്സ്. അതും ഒരു ആൻസർ ആയിട്ട് വരാൻ ചാൻസ് കുറവാണ്. എക്സ്പോഷർ ടു റുബല്ല ഇൻ യൂട്രോ ക്യാൻ റിസൾട്ട്സ് ഇൻ ലാക്രിമൽ ഡക്ട് സ്റ്റെനോസിസ്. ശരിയാണോ? No. Lacrimal duct are unfunctional until 2 months of age. That is the correct rationalization behind this problem. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള റീസൺ. സോ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ബാക്കി ഓപ്ഷൻസ് എല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് അല്ല എന്നുള്ളത് ക്ലിയർ ആണ്. ഇനി നമ്മൾ റുബല്ലയെ കുറിച്ചോ സിൽവർ നൈട്രേറ്റ് ആന്റിബയോട്ടിക് ഇൻസ്റ്റലേഷനെ കുറിച്ചോ ബോധർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് ക്വസ്റ്റ്യനകത്ത് അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബി ആൻഡ് സി ക്യാൻ ബി എലിമിനേറ്റഡ്. പിന്നെ എ, നമുക്ക് എല്ലാവർക്കും ആർക്കാണേലും ഒരു നേഴ്സ് ആവണമെന്നൊന്നുമില്ല, എല്ലാത്തവർക്കും അറിയാം ലാക്രിമൽ ഡക്ട് ഒന്നും ആരും പങ്ക്ചർ ചെയ്യുന്നില്ല കണ്ണുനീര് വരാനായിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആൻസർ ഇവിടെ ഡയറക്ട്ലി നമുക്ക് കിട്ടും ഡി. ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10. The nurse observed that when the nurse is supine and the head is turned to one side, the extremity straighten to that side. Okay, while the opposite extremity is flex. So the nurse document this. ഇതൊരു റിഫ്ലക്സിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. Nurse observe ചെയ്യുവാണ്, newborn is in a supine position and the head is turned to one side. തല ഒരു സൈഡിലേക്ക് ചെരിച്ചു. അപ്പൊ എന്ത് പറ്റി? The extremity straighten to that side while the opposite extremities flex ചെയ്തു. ഇത് ഏത് റിഫ്ലക്സസ് ആണ്? ഇത് കുഞ്ഞുങ്ങളിൽ നമ്മൾ നോർമലി ചെക്ക് ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആണ്. ഇറ്റ് ഇസ് കോൾഡ് as tonic neck reflex or it is called as fencing reflex. Okay, so tonic neck reflex അല്ലെങ്കിൽ fencing reflex എന്നാണ് ഇതിനെ പറയുന്നത്. മോറോ, ഇനി ഞാൻ ബാക്കിയുള്ള ഒരു റിഫ്ലക്സും കൂടെ പറയാം. മോറോ റിഫ്ലക്സ് നോർമലി നമ്മുടെ ബ്രക്കിയൽ പ്ലക്സസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ഹിയറിംഗ് എബിലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റിഫ്ലക്സ് ആണ് മോറോ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോ
നമുക്ക് ബി അല്ല. ഇപ്പൊ ഓൾറെഡി നമുക്ക് ആൻസർ മനസ്സിലായി ടോണിക് നെക്ക് റിഫ്ലക്സ് ആണെന്ന്. സ്റ്റിൽ ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ബാക്കിയുള്ള റിഫ്ലക്സസും കൂടെ. മോറോ റിഫ്ലക്സ് ഇസ് ദ റിഫ്ലക്സ് ടു ഐഡന്റിഫൈ ബ്രക്കിയൽ പ്ലക്സസ് സ്ട്രെങ്ത് ആസ് വെൽ ആസ് ഹിയറിംഗ് എബിലിറ്റി. ഓക്കെ, മോറോ റിഫ്ലക്സിന് വേറൊരു പേര് നമുക്ക് സ്റ്റാർട്ടിൽ റിഫ്ലക്സ് എന്ന പേരിലും പറയാം. ഓക്കെ, അടുത്ത റിഫ്ലക്സ് ആണ് ക്രമാസ്റ്ററിക് റിഫ്ലക്സസ്. ഇത് റിട്രാക്ഷൻ ഓഫ് ദ ടെസ്റ്റിസ് വെൻ ചിൽഡ്. അതായത് ടെസ്റ്റിസ് നമ്മൾ ചെറുതായിട്ട് സ്ട്രോക്ക് ചെയ്യുമ്പം അല്ല സ്ക്രോട്ടൽ ഏരിയ നമ്മൾ ചെറുതായിട്ട് സ്ട്രോക്ക് ചെയ്യുമ്പം ഈ ടെസ്റ്റിസ് പയ്യെ റിട്രാക്ഷൻ സംഭവിക്കുക, ജസ്റ്റ് മേലിലേക്ക് മൂവ് ചെയ്യുക. അതാണ് ക്രമാസ്റ്ററിക് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ബാബിൻസ്കി റിഫ്ലക്സ് എന്ന് പറയുന്നത് കോമൺലി നമ്മളുടെ ന്യൂറോളജിക്കൽ ചെക്ക്, ന്യൂറോളജിക്കൽ എബിലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്, ഒരു റിഫ്ലക്സ് ആണ് ബാബിൻസ്കി റിഫ്ലക്സ്. സോളിൽ സ്ട്രോക്ക് ചെയ്യുക ടുവേർഡ്സ് ദ ടോസ്. സോ അങ്ങനെ ചെയ്യുമ്പം ഫ്ലെയറിംഗ് അല്ലെങ്കിൽ ഫാനിങ് ഓഫ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ ടോസ് ഉണ്ടാവുന്നതിനെയാണ് ബാബിൻസ്കി റിഫ്ലക്സ് എന്ന് പറയുന്നത്. അഗെയിൻ ലെറ്റ് മീ ജസ്റ്റ് കൺക്ലൂഡ് ദിസ്. ടോണിക് നെക്ക് റിഫ്ലക്സ് ആണ് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. മോറോ റിഫ്ലക്സിന്റെ ഇൻഡിക്കേഷൻ ഞാൻ പറഞ്ഞു, ഹിയറിംഗ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ ബ്രക്കിയൽ പ്ലക്സസ് സ്ട്രെങ്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതാണ്. എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞിനെ നമ്മൾ കയ്യിലെടുക്കുന്നു, എന്നിട്ട് ആക്സിഡന്റലി വെൻ യു ഡ്രോപ്പ് ദ ഹെഡ് ഓഫ് ദ ബേബി, അപ്പൊ പെട്ടെന്ന് കുഞ്ഞ് സ്റ്റാർട്ടിൽ ചെയ്യും. ഓക്കെ, അപ്പം സ്റ്റാർട്ടിൽ ചെയ്യാന്ന് പറഞ്ഞാൽ കുഞ്ഞിങ്ങനെ ഞെട്ടിത്തെറിക്കും, അതായത് കൈ ഫ്ലക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ആവും. ഓക്കെ, ആൻഡ് പിന്നെ നമ്മുടെ ഫിംഗേഴ്സ് ഫാനിങ് ഔട്ട് ആവും, ആൻഡ് ടോ ആൻഡ് ദ സെക്കൻഡ് ലൈക്ക് ഇൻഡെക്സ് ഫിംഗർ വിൽ ഫോംസ് എ സി ഷേപ്പ്. ഓക്കെ, അതാണ് മോറോ റിഫ്ലക്സ്. അത് വേറൊരു രീതിയിൽ ചെയ്യാം. ഒരു ലൗഡ് നോയ്സ്, അതിനെ നമ്മൾ സ്റ്റാർട്ടൽ റിഫ്ലക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ലൗഡ് നോയ്സ് മേക്ക് ചെയ്യുമ്പം കുഞ്ഞ് പെട്ടെന്ന് ഞെട്ടുമ്പോഴും ഇതേ ഇമ്പാക്റ്റ് ആണ് വരുന്നത്. അപ്പൊ മോറോ റിഫ്ലക്സ് ആൻഡ് സ്റ്റാർട്ടൽ റിഫ്ലക്സ് സംവാട്ട് സിമിലർ ആണ്. ഓക്കെ, ആൻഡ് ബാബിൻസ്കി റിഫ്ലക്സ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴാണ് നോർമലി ബാബിൻസ്കി റിഫ്ലക്സ് നമ്മൾ ചെയ്യുന്നത്. Okay, this is all about this particular sessions.